Hi, welcome to Kalappura kitchen. ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ മുട്ടത്തിപ്പറമ്പ് എന്ന സ്ഥലത്ത് ഒരു ജൈവ കർഷകനോടൊപ്പമാണ് നമ്മുടെ പ്രിയപ്പെട്ട ജ്യോതി കുമാർ ചേട്ടൻ. ഈ ചേട്ടൻ എല്ലാവർക്കും ഒന്ന് ഹൈ പറയ്. ഈ ചേട്ടൻ്റെ പയർ തോട്ടത്തിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ ലൈവായിട്ട് പയറെടുക്കാൻ പോവുകയാണ്. അത് വെച്ചിട്ടൊരു മെഴുക്കുവരട്ടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പയറിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് അർക്കമംഗള എന്ന് പറയുന്ന വെറൈറ്റി പയറാണ് ഞാനിപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതൊരു 3/4 മീറ്ററോളം എൻ്റെ നീളം വരണുണ്ട്. എന്നാൽ നമ്മുടെ നാടൻ പയറിനേൽ ഇരട്ടി വിളവും കിട്ടും. പാചകം ചെയ്താലെന്ന് വെച്ചാൽ നല്ല രുചികരവുമാണ്. ഒട്ടും വേസ്റ്റ് ആകുന്നില്ല അല്ലേ? പയർ കാണുമ്പോഴേ അറിയാം നമുക്ക് ഒട്ടും ഇതിനകത്തുനിന്ന് ഒന്നും പോവാനില്ല. അഴുക്കായിട്ടുള്ളതോ കീടങ്ങളായിട്ടുള്ളതോ ഒന്നുമില്ല. അപ്പോൾ നമ്മളിന്നിപ്പോൾ ലൈവായിട്ട് പയർ പറിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിന്ന് നല്ല നീളമുള്ള പയറാണ് നമ്മൾ നോക്കുന്നത്. ചേട്ടൻ പറഞ്ഞ പോലെ നല്ല 3/4 മീറ്ററോളം വലിപ്പമുള്ള പയറുകളാണ് ഇതെല്ലാം. ഹായ്, നീട്ടം കണ്ടോ? അപ്പം നമ്മളിന്ന് ലൈവായിട്ട് പറിച്ച ഈ പയർ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പാചകത്തിലേക്ക് കിടക്കാം. അപ്പം നമ്മളിന്ന് തോട്ടത്തിൽ നിന്ന് നല്ല മീറ്റർ പയറാണ് പറിച്ചിരിക്കുന്നത്. നമുക്കതൊന്ന് മെഴുക്ക് പുരട്ടാനായിട്ട് ഒരുക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളിന്ന് പയറെടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായ ചുവന്നുള്ളി, ചതച്ച മുളക്, ഉപ്പ്, പച്ചമുളക്, വെളിച്ചെണ്ണ, തളിക്കാൻ ആവശ്യമായ വെള്ളം. ഇത് നമുക്കൊന്ന് ഒരുക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ അറ്റം നുറുക്കിക്കളയാം. ആവശ്യമുള്ളത്ര വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചുവന്നുള്ളി ചതച്ചെടുക്കാം. ചതച്ച ഉള്ളി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് കോതിയിട്ട് കൊടുക്കാം. ചീങ്ങിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കാം. നമ്മൾ ഇങ്ങനെ പയർ വേവിക്കാനായിട്ട് വെക്കുമ്പോൾ യാതൊരു കാരണവശാലും വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കേണ്ട കാര്യമില്ല. പയറിൽ വെള്ളമുണ്ട്, അത് നന്നായിട്ട് ഇറങ്ങി വരും. അതിന് മെഴുക്ക് പുരട്ടാൻ അത് തന്നെ ധാരാളം. ഉപ്പ് തിരുമ്മി അങ്ങ് വെച്ചു കൊടുത്താൽ അത് തന്നെ മതി. ഞാൻ പലയിടത്തും കണ്ടിരിക്കുന്നത് വെള്ളത്തിൽ വേവിക്കുന്നതും വെള്ളം ഒഴിച്ച് വേവിക്കുന്നതൊക്കെയാണ്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത്രയും നമുക്ക് സമയം നഷ്ടമാണ്. അപ്പോൾ നമുക്ക് 10 മിനിറ്റാണ് ഇതിൻ്റെ വേവ് പറയുന്നത്. ചെറിയ തീയിലിട്ടാൽ മതി. അപ്പം ഞാൻ വിറകടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിറകിൻ്റെ ചെറിയ തീയിലാണ് നമ്മൾ വേവിക്കുന്നത്. ഗ്യാസിലൊക്കെ ആണെങ്കിൽ വളരെ സിമ്മിലിട്ട് കൊടുത്താൽ മതി. നമുക്ക് ആ ടൈമിലേക്ക് ഉള്ളിയും മുളകും ചതച്ചെടുക്കാം.
ആദ്യം ചതച്ചതുപോലെയല്ല, നല്ലവണ്ണം ചതഞ്ഞ് കിട്ടണം. 1 സ്പൂൺ മുളക്, ചതച്ച മുളകാണ്, നമുക്കൊന്ന് അതിടിച്ചെടുക്കണം. നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അത് വഴന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. സർവിങ് ബൗളിലേക്ക് പകർത്തി മാറ്റാം. അപ്പം ഇന്നത്തെ വിഭവമായ അച്ചിങ്ങ മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. നമ്മൾ തനിനാടൻ രീതിയിലാണ് ചെയ്തത്. വിറകടുപ്പിലാണ്, ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കിയത്. ഉള്ളിയും മുളകൊക്കെ ചതച്ചെടുത്തതാണ്. ഇതൊക്കെ പണ്ട് അമ്മൂമ്മമാരൊക്കെ ചെയ്തിരുന്ന ഒരു രീതി തന്നെയാണ് ഞാനും ഇന്ന് ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതുമയാർന്ന പുതിയ രുചികളുമായി നമുക്ക് വീണ്ടും കാണാം.